D55 ധനുഷിന്റെ 55ാമത്തെ ചിത്രം. എന്തായാലും ധനുഷ് വളരെ കാര്യമായിട്ടാണ്, കാരണം ഈ അടുത്തിടെ ഇറങ്ങിയ ധനുഷിന്റെ ചിത്രങ്ങളൊന്നും വലിയ വിജയങ്ങളൊന്നും ആയിട്ടില്ല. ഒരുപാട് ചിത്രങ്ങൾ പരാജയപ്പെട്ടു. ധനുഷിന്റെ 55ാമത്തെ ചിത്രം ഏത് രീതിയിലും വിജയമാക്കാനാണ്. അമരന്റെ ഡയറക്ടറാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സാക്ഷാൽ മമ്മൂട്ടി ഇതിനകത്ത് അഭിനയിക്കുന്നുള്ളതാണ്. കാരണം മമ്മൂട്ടി തമിഴിൽ അഭിനയിച്ചിരിക്കുന്ന 90%, നമുക്ക് എടുത്ത് പണ്ട് പോലെയുള്ള ഗ്രാഫ് നോക്കിയാൽ 90% സിനിമകളും സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റുമാണ്. അതായത് നായകനായിട്ടുള്ള ഉൾപ്പെടെ വളരെ കുറച്ച് സിനിമകളെ മമ്മൂട്ടിയുടെ അവിടെ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് മമ്മൂട്ടി പേരൻപിനൊക്കെ ശേഷം ശ്രദ്ധേയ വേഷമാണ് തമിഴ്നാട്ടിൽ, ബാക്കിയുള്ള ഭാഷകളിലല്ല, തമിഴ്നാട്ടിൽ പേരമ്പിന് ശേഷം മമ്മൂട്ടി ശ്രദ്ധേയമായ വേഷമാണ്. ശ്രദ്ധേയമായ വേഷം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഏകദേശം 45 ദിവസത്തോളം മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ക്യാരക്ടറിന്റെ നെയിം അദ്ദേഹം തന്നെ, പേര് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ മമ്മൂട്ടി തന്നെ റിവീൽ ചെയ്തിരുന്നത് കാർത്തികേയൻ എന്നാണ്. എന്തായാലും ഒരു ആക്ഷൻ മൂഡിൽ വരുന്ന സിനിമയാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ നല്ല പീക്ക് ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. നല്ല ഗംഭീര ക്യാരക്ടറാണ്. അല്ലെങ്കിൽ മമ്മൂട്ടി പോയി എന്തായാലും തമിഴ്നാട്ടിൽ പോയി 45 ദിവസം ഡേറ്റ് കൊടുക്കത്തില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാം. എന്തായാലും ഒരു ഗംഭീര ക്യാരക്ടറും ഗംഭീര ആക്ഷൻ പാക്ഡ് സിനിമയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും മമ്മൂട്ടിക്കൊരു പാട്ട് സീക്വൻസും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സായി അഭിശങ്കറാണ് പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തേക്കുന്നത്. ഏത് രീതിയിലായാലും അമരൻ സൂപ്പർ ഒരു പടമായതുകൊണ്ട് അതിൻ്റെ ഡയറക്ടർ നല്ല മമ്മൂട്ടി ഫാനുമാണ്. ഗംഭീര ഒരു പടം പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ഒരു മാസ് പടം എന്ന രീതിയിൽ മമ്മൂട്ടി ധനുഷ് ചിത്രം പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക.